വെജിറ്റേറിയൻകാരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ചില്ലി പൊറോട്ട. അപ്പോൾ ഇന്ന് നമ്മൾ ചില്ലി പൊറോട്ടയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റേതായ വേർഷനിലാണ് ഞാൻ ഇന്നിതിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഓവർ പൊറോട്ട ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാൻ 2 ഗ്രീൻ ചില്ലി എടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗാർലിക് വളരെ പൊട്ടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഒനിയനും വളരെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പൊതുവേ നമ്മളെല്ലാ ചൈനീസ് ഡിഷസിലും കാണുന്ന പോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഒനിയൻ, കുറച്ച് ടൊമാറ്റോ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പൊറോട്ടയ്ക്കുള്ളതാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ ലെഫ്റ്റ് ഓവർ 2 പൊറോട്ട ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എടുക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ് കേട്ടോ. ഇത് കണ്ടിട്ട് സ്പ്രിംഗ് ഒനിയൻ ഞാൻ വാങ്ങിച്ചതാണെന്നൊന്നും വിചാരിക്കേണ്ട, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സവോള മുളച്ചതാണ് കേട്ടോ. ഇനി സോസായിട്ട് നമുക്ക് വേണ്ടത് സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ആണ്. എൻ്റെ ഇവിടെ ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല, അതിന് പകരമായിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓയിലിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും ഒനിയനും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊടികളായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം ടേമറിക്കും അതുപോലെ കുറച്ച് മാത്രം മുളക് പൊടിയുമാണ് കേട്ടോ. ഞാൻ മുളക് പൊടി ഒട്ടും എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. പൊതുവേ ഹോട്ടലുകളിൽ നമുക്ക് കിട്ടുമ്പോൾ അവരിതിനകത്ത് അജിനോമോട്ടോ പ്ലസ് ചില്ലി സോസ് പ്ലസ് കുറച്ച് കളറൂടെ ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര കളർഫുള്ളായിട്ട് നമുക്ക് തോന്നും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. പൊതുവേ ഇത്തരം ഡിഷസുകളിലൊക്കെ ഗ്രേവിക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ വളരെ കുറച്ച് എമൗണ്ട് മാത്രം കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നാൽ നമുക്ക് നമ്മുടെ പൊറോട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പൊതുവേ ചില്ലി പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പൊറോട്ട കുറച്ച് ഓയിലിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. മാത്രമല്ല പൊറോട്ട ഞാൻ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് കുറച്ചുകൂടെ കഴിക്കാൻ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഐറ്റം ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാനിത് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോംബോ നല്ല കട്ട തൈരാണ്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ഡിഷ് അധികം ട്രെൻഡിങ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റൽ ലൈഫൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന കുറച്ച് ഫുഡ് കോംബോകളുടെ കൂട്ടത്തിൽ ഈ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈഡ് പീസ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബും മറ്റു വീഡിയോസൊക്കെ നോക്കി കുക്ക് ചെയ്യാൻ പഠിച്ചതിന് ശേഷം ഞാൻ മിസ് ചെയ്യുന്ന ഒരുപാട് ഡിഷസ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്.